കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ചായൻ്റെ ആദ്യത്തെ ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയെ അച്ചായൻ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉമ്മ വെക്കുന്ന ഒരു സീനും, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതേ അച്ചായൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടിപ്പിടുത്തവും ഒരു ഉമ്മ വെക്കലും ഒരു പ്രഹസനവും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ അച്ചായൻ ആരാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ചില ഈ തൊപ്പിയുടെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടല്ലാണ്ട് ഇയാളുടെ ക്യാരക്ടർ എന്താണ് ഇയാളുടെ സ്ഥിതി എന്നൊന്നും അറിയില്ല. ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പറ്റിയിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെടുക്കുന്ന ഒരുപാട് പൈസ പിരിപ്പിച്ചിട്ടുണ്ട് ആശാൻ. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കല്യാണം കഴിക്കുന്നു, പിന്നെ BMW എടുക്കുന്നു, അതുപോലെ വലിയ വലിയ ബൈക്കുകൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് അച്ചായൻ എന്ന് പറയുന്ന ആൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചായൻ പൈസ പിരിപ്പിച്ചതും അതിനു വേണ്ടിയിട്ട് ഒരുപാട് കൂട്ടുകാർ ചേർന്ന് എല്ലാവരും വന്നിട്ട് വീഡിയോയിൽ പറഞ്ഞതും അങ്ങനെ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരുപാട് പൈസയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊപ്പി എന്ന് പറയുന്ന ഒരാളുടെ വലങ്കയാണ് എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അയാൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ഇപ്പോഴും മാത്രമാണ്. അതായത് ഈ കല്യാണം കഴിഞ്ഞപ്പോഴും അതുപോലെ ഇപ്പോഴൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, ജാങ്കോ സ്പേസിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ അയാളെ പറ്റിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കുറ്റം മാത്രമാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെടുക്കുന്ന കാശ് വാങ്ങിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോഴും BMW എടുത്ത് നടക്കുന്നു, വലിയ വലിയ ബൈക്ക് എടുത്ത് നടക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതുമാത്രവുമല്ല അയാൾക്ക് ഇച്ചിരി പ്രായം കൂടുതലുണ്ട്. അപ്പോൾ അയാൾ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 24 വയസ്സോളം പ്രായമുള്ളൊരു യുവതിയാണ്. നീ എന്തിനാണ് കല്യാണം കഴിച്ചത്, നിന്റെ മകളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുള്ള നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പൈസ ചോദിച്ചു, അയാൾ ആ പൈസ കിട്ടി, അയാൾ ആ ചികിത്സക്ക് എടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തോ, ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അയാൾ എന്താണ് ആ പൈസ ചെയ്തത്, അതുപോലെ തന്നെ ഇത്രയും പൈസയൊക്കെ ആവശ്യമുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതായത് അയാൾ വന്നു പറയുന്ന വിവരം മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ ബില്ല് കാണിക്കുകയോ ഇത്ര പൈസ എനിക്ക് കിട്ടി, ഇത്ര പൈസ എന്നെ ആശുപത്രിയിൽ അടച്ചു, ഇന്നാൾ എന്നെ കൂടുതൽ സഹായിച്ചു എന്നൊന്നും വന്നിട്ട് ഇയാൾ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ഈ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് വെറും മൂഞ്ചന്മാരാണ്. ഇങ്ങനെയൊരു സംഭവം കേൾക്കുമ്പോൾ കേട്ട ബാധി കേൾക്കാത്ത ബാധി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? അതായത് അവരുടെ അസുഖത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അസുഖമൊക്കെ ഈ കിടന്നിട്ടുള്ള ഫോട്ടോയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് പൈസയുടെ ആവശ്യവും ഉണ്ടാകും. പക്ഷേ നാട്ടുകാർ അന്ന് സഹായിച്ചിട്ട് ഇന്ന് പിന്നീട് കുറ്റം പറയുന്നതിനോട് എനിക്ക് യാതൊരു വിധ താല്പര്യവുമില്ല. അതായത് അയാളുടെ പൈസയും കൊണ്ടുപോയി, അയാൾക്ക് അപ്പോഴത് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു, അയാൾ ആ പൈസ എടുത്തിട്ട് സുഖമായിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ഒരു കടമ അയാൾക്കുണ്ടായിരുന്നു. അത് അയാൾ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യത്തുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വന്ന പൈസയാണ്. ഈ പൈസ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. ആര് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്നവന്മാരാണ് പിന്നെ തീരുമാനിക്കേണ്ടത്. അതായത് നമ്മൾ കൊടുക്കണോ, നമ്മുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യത്തിന് ഇയാൾ അത് വിനിയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇയാൾ വേറെ വല്ലതിനുമാണോ വിനിയോഗിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് യൂട്യൂബർമാരാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും കള്ളത്തരങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊന്നും മോശമൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കായാലും ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കായാലും അല്ലെങ്കിൽ എന്തൊക്കെയായാലും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും സഹായിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ റഹീമിന് വരെ 40 കോടിയോളം രൂപ കളക്ട് ചെയ്ത ടീമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും സഹായിക്കണം. പക്ഷേ ഈ സഹായം സ്വീകരിച്ചവരൊരു കാര്യം ചെയ്യണം. അതായത് ഈ അസുഖമൊക്കെ മാറിയതിന് ശേഷം ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കണക്കുകൾ കൊണ്ടുവന്നിട്ട് പറയണതാ, ഇത്ര ബില്ല് ഞാൻ ആശുപത്രിയിൽ അടച്ചിട്ടുണ്ട്, ബില്ല് ഇതാണ്, ഇത്ര പൈസ എനിക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്, പൈസ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെളിവടക്കം ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ഈ മനുഷ്യൻ ഇത്രത്തോളം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് അയാൾ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ BMW ഒന്നും എൻ്റേതല്ല, ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ്. അതൊക്കെ നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ BMW എടുത്തു കഴിഞ്ഞാൽ ഒരു സുഹൃത്ത് തന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
കഴിയില്ല. അപ്പോൾ ഇദ്ദേഹം അത് പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ അല്ലെങ്കിൽ സുഹൃത്ത് കൊടുത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇയാൾ പറയുന്ന കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഒരു യുവതി വന്നിട്ട് എന്നെ തേച്ചു ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹമാണെങ്കിൽ ഒരു ഫോട്ടോയും വെളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരിക്കുന്ന സീന്. അപ്പോൾ അവരോട്, അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മ വെക്കുന്നതിന്, പിന്നെ ഉമ്മ വെക്കുമ്പോഴും അതുപോലെ ഡ്രസ്സൊക്കെ ഊരുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ദുഃഖമില്ലാതെ പോകാം. ഇല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ പരിഹാസ്യ കഥാപാത്രമായിട്ട് പരിഹാസത്തോടു കൂടി ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നിന്റെ ഫോട്ടോ അല്ലടി നമ്മൾ ഇതിനിടയ്ക്ക് ആ മനുഷ്യൻ്റെ കൂടെ കണ്ടത്, നിന്റെ മുഖമല്ലേ ആ ഒരു മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതെന്തുകൊണ്ടാണ്? ഇമ്മാതിരി പോക്കൃത്തരത്തിന് പോയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, പൈസ കൊടുക്കണമോ, ഇയാളിനി നല്ലതാണോ, ഇയാളിനി ഉഡായിപ്പാണോ, അല്ലാതെ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ പൈസക്ക് ആവശ്യമുണ്ടോ, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പൈസ നിങ്ങളറിയാതെ ഒരാൾ പോലും എടുക്കത്തില്ല, ഒരു മനുഷ്യൻ പോലും എടുക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ പൈസ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അയാൾ പുട്ടടിച്ചു, അല്ലെങ്കിൽ അയാൾ കല്യാണം കഴിച്ചു, അയാൾ 24-കാരിനെ കല്യാണം കഴിച്ചു, അയാൾക്ക് 50 വയസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ജീവിതം കിട്ടി, ആ ഒരു ജീവിതം കിട്ടാത്ത കുറേ ആൾക്കാർക്കുള്ള ചൊറിച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ്. അതായത് നമ്മൾ മലയാളികൾ ഒരു മനുഷ്യനെ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളം കയ്യിൽ ഇങ്ങനെ ഇട്ട് ആറാടും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ച് താഴെയിടും. ഇത് നമ്മുടെ മലയാളീസിന് പിന്നെ ഒരുപാട് പേർക്ക് പറ്റുന്നതാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ വൈറലായ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരെ വലിച്ച് താഴെയിടുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ അഭിലാഷ് എന്താ പ്ലാങ്കവിളിയ അങ്ങനെ കാറ്റം പറ്റി 2 പിള്ളന്മാർ അവർ ചണ്ടിയും കൂട്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് ബർത്ത്ഡേ വിഷസ് ചെയ്യും എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേ വിഷസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൂടി ഞാൻ വെറുതെ അങ്ങ് ചെയ്തു തരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന എനിക്ക് വലിയ ചാർജോ കാര്യങ്ങളോ ഒന്നും ചെയ്യണമെന്നില്ല, ഒരാഗ്രഹവും ഇല്ല. ഞാൻ ചണ്ടിയും പാട്ടിയും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ പറയാം ഇന്ന ആളുടെ ബർത്ത്ഡേ ആണെന്ന്. അല്ലാതെ ഇമ്മാതിരി കോപ്രായത്തിന് പോയിട്ട് 2000 രൂപ കൊടുത്ത്, ഈ 2000 രൂപ ഒരു കാര്യം ചെയ്യും, ഈ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ കിടക്കുന്നില്ലേ, അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിച്ചു നൽകി, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓരോ കൂടി ബിസ്ക്കറ്റ് വാങ്ങിച്ച് നൽകി. ഈ 2000 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങൾ കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ വിജയിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകളുണ്ട്. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ 2000 രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 20-25 ബിരിയാണി കിട്ടും. ആ ബിരിയാണി കൊണ്ടുപോയിട്ട് നിങ്ങളിങ്ങനെ കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളവിടെ ചെണ്ടയും കൊട്ടി ഒരു ഇതും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടോ? എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ എന്ന്. അതായത് എന്ത് സുഖമാണ് കിട്ടുന്നത് ഇതിൽ. എന്നിട്ട് ആ പിള്ളേർ 4000 ചോദിച്ചു, 5000 ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇതുപോലെ വിശ്വസിച്ച് ചെയ്യുന്നതൊക്കെ പൈസ കൊടുത്തിട്ടാണെന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. 5 പൈസ ചിലവില്ല. നിങ്ങൾ ഇങ്ങോട്ട് കൂടി, നിങ്ങൾക്ക് ആരെയാ വിശ്വസം പറയേണ്ടത് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് വേണമെങ്കിൽ കുത്തിയിരുന്ന് പറയാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി വേണമെങ്കിൽ അതിനായിട്ട് ഞാനൊരു അരമണിക്കൂർ മാറ്റി വെക്കാം, എനിക്ക് 5ൻ്റെ പൈസ വേണ്ട. പക്ഷേ നിങ്ങൾ ജെനുവനായിട്ടുള്ള നിങ്ങളെ നമ്പറും കാര്യങ്ങളും തന്നിട്ട് നിങ്ങളെ ബർത്ത്ഡേ ആണോ എന്ന് അറിയണമല്ലോ. ആരെങ്കിലും പണി തന്നാലോ എന്ന് പേടിച്ചിട്ടാ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയുകയാണ്, അച്ചായൻ എന്ന് പറയുന്നവൻ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അച്ചായൻ്റെ കൂടെയുള്ളവർ പറ്റിച്ചിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ അച്ചായൻ ഇത് ഒറിജിനലായിരിക്കാം, അയാൾക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ടായിരിക്കാം. അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താത്തിടത്തോളം കാലം അദ്ദേഹം ശരിക്കും പറഞ്ഞ ഏറെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതായത് അദ്ദേഹവും ഇതേപോലെ തന്നെ കുറ്റം പറയുന്നു, കുറവ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.